ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെൽവിനെ ഒരു താങ്ക് യു പറയാണ്. കാരണം ഹലോ, നമ്മൾ നോക്കുന്നത് ഒരു വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ എക്സ്റ്റൻഷൻ ഡിസൈനും ആ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ബെഡ്റൂമിന്റെ ഡിസൈനും അതിനോട് സംബന്ധിച്ച് വരുന്ന കുറച്ച് ഡീറ്റെയിൽ ഡ്രോയിങ്സ് നമ്മൾ നോക്കും. അപ്പൊ നമുക്ക് ഈ വീടിന്റെ ഡിസൈൻ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ 3D ഡിസൈൻ വരുന്നത്. ഒരു ക്ലാസിക് കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന്റെ ഇന്റീരിയർ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ തീമിലാണ് മോസ്റ്റ് ഓഫ് ദ കളർ കോമ്പിനേഷൻസ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ട്യൂൺ സൈസ് ബെഡാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ബോർഡ് ആണെങ്കിലും ചെറിയ രീതിയിലൊരു അപ്പോസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഡിന്റെ രണ്ട് സൈഡിലായിട്ടും വോൾ ലൈറ്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടോട്ടലി ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലൂടെയാണ് നമ്മൾ ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു ബെഡ്റൂമിന്റെ ഇലക്ട്രിക്കൽ ലേഔട്ടാണ് നോക്കുന്നത്. അപ്പൊ ഈ ഒരു പുതിയതായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ അതിൽ ഏതൊക്കെ ഏരിയയിലാണ് നമുക്ക് ഡിസൈനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ലൈറ്റിംഗ് പോയിന്റ്സുകൾ വേണ്ടത് എന്നുള്ളത് മാർക്ക് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇതിന്റെ സീലിംഗ് ലേഔട്ടാണ്. ഓരോ സീലിംഗ് ലൈറ്റിന്റെ പൊസിഷൻ, വോളിൽ നിന്ന് എത്ര സെന്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ ഓരോ ലൈറ്റുകളും നമ്മൾ പൊസിഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. വീട് പണിയാനായിട്ട് നമുക്കൊരു 3D ഡിസൈൻ മാത്രം പോരാ, നമുക്കതിനെ ഒരു ആക്ച്വൽ ആയിട്ടുള്ള ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലാണ് ആ പ്ലാനിനനുസരിച്ച് നമുക്ക് കല്ലുകൾ അടക്കി വെച്ച് നമുക്ക് ആ വീട് പണിതെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ ഒരു ഇന്റീരിയർ ചെയ്യുമ്പോഴാണെങ്കിലും അതിന്റെ ഒരു 3D ഡിസൈൻ മാത്രം പോരാ, അതിനനുസരിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡ്രോയിങ് കൂടി നമുക്ക് ഉണ്ടെങ്കിലാണ് ആക്ച്വൽ നമ്മൾ 3D ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഒരു ബെഡ്റൂം ആണെങ്കിലും ആ ഒരു ഏരിയ നമുക്ക് ഇന്റീരിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാണാം ബെഡിന്റെ ഹെഡിന്റെ ഡീറ്റെയിൽ, അതുപോലെ തന്നെ കോട്ടിന്റെ ഡീറ്റെയിൽ, വാർഡ്രോബ്, സ്റ്റഡി ഏരിയ, അങ്ങനെ എല്ലാ ഏരിയയുടെയും എല്ലാ ഫർണിച്ചർ ഡീറ്റെയിലും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡ്രോയിങ് ആണ് ഇന്റീരിയർ ഫർണിച്ചർ ഡീറ്റെയിൽ ഡ്രോയിങ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈൻ ആണ്. ഒരു 5 കൊല്ലം മുമ്പാണ് ഈ ഒരു വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഡിസൈൻ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഇപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോർ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു എക്സ്റ്റീരിയർ എലിവേഷൻ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഒരു ഡോർമർ റൂഫും കൂടി നമ്മൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലത്തെ ആ ഒരു എലിവേഷനിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് ലുക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു എ ടൈപ്പ് റൂഫും ഈ ഒരു ഡോർമറും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള ഡ്രോയിങ്സ് ആണ്. ആ വീടിന്റെ എലിവേഷൻ ഡ്രോയിങ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇതിൽ പ്ലാൻ കാണിച്ചിട്ടുണ്ട്. ഈ പ്ലാനിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 3 സെക്ഷൻസും നമ്മൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതില് ട്രസ് വർക്ക് വരുന്നതിന്റെ, അതുപോലെ തന്നെ റൂഫിങ്, സൺഷെയ്ഡ്, അങ്ങനെ ഓരോ ഡീറ്റെയിലും നമ്മൾ ഇതില് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മെഷർമെന്റ് നമ്മൾ ഇതില് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് നിവേദിന്റെ റിവ്യൂ കൂടി ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ മെൽവിനെ ഒരു താങ്ക് യു പറയാണ്. കാരണം ഞാൻ മെൽവിനെ സമീപിക്കുന്നത് എൻ്റെ സെക്കൻഡ് ഫ്ലോർ ഈ എക്സ്റ്റൻഷന് വേണ്ടിയിട്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ലൊരു ക്ലാസിക് മോഡൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ടൈപ്പ് മോഡൽ അതും ബഡ്ജറ്റ് ഫ്രീ ആയിട്ട് ഉണ്ടാക്കി തരണം എന്നാണ് ഞാൻ പറഞ്ഞത്. മെൽവിൻ അതേപോലെ തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്ത് തരികയും ചെയ്തു. വളരെ സപ്പോർട്ടീവാണ്. നമ്മൾ പറയുന്നത് മനസ്സിലാക്കി ചെയ്തു തരാനുള്ള കഴിവും ക്ഷമയും മെൽവിനുണ്ട്. ലോയാലിറ്റി ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ മെൽവിനെ കിട്ടട്ടെ എന്നും അവർക്ക് സാറ്റിസ്ഫൈഡ് ആക്കാൻ പറ്റുന്ന പോലെയുള്ള നല്ല ഡിസൈനുകൾ ഉണ്ടാക്കാൻ പറ്റട്ടെ എന്നും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ഡിസൈനായിട്ട് കാണാം. അതുവരേക്കും ബൈ.